നമസ്കാരം. ഈ ട്രാവൽ ആൻഡ് ബീറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി മനസ്സിൽ വിചാരിച്ചാൽ പ്രകൃതി അത് നടത്തിത്തരും എന്നല്ലേ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്? അത് തന്നെ സംഭവിച്ചു. വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഐഫൽ ടവർ കാണണം; രണ്ട്, ഒരു ഷെങ്കൻ വിസ സംഘടിപ്പിക്കണം. അതിങ്ങനെ മനസ്സിൽ കിടന്നെരിയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അങ്ങനെ ഒരു ദിവസം അച്ചു കൊണ്ടുവന്ന വിസ ഏജൻസി വഴി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. എന്തിനേറെ പറയുന്നു, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ആയി, ഫ്ലൈറ്റ് ബുക്കിംഗ് ആയി, പാരീസിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിന്റെ ടിക്കറ്റ് എടുക്കലായി. 3-ാം നാൾ ദേ കിടക്കുന്നു പാസ്പോർട്ടിൽ ഫ്രഞ്ച് കിസ് ചെയ്ത് ഒരു ഫ്രഞ്ച് വിസ. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് 2-ാം നാൾ പുലർച്ചെ ഞങ്ങൾ വണ്ടി കയറി എയർപോർട്ടിലേക്ക്. അവിടെ നിന്നും നേരെ പാരീസിലേക്ക് വിമാനം പിടിച്ചു. പറയാൻ പോകുന്നത് ഐഫലിനെ കുറിച്ചാണെങ്കിലും ഐഫലിനെ കുറിച്ച് പറയണമെങ്കിൽ പാരീസിനെ കുറിച്ച് പറയണം. പാരീസിനെ കുറിച്ച് പറയണമെങ്കിലോ ആദ്യം ഫ്രാൻസിനെ കുറിച്ച് പറയണം. അങ്ങനെ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഞങ്ങൾ വിമാനമിറങ്ങി. എല്ലാ തെരുവുകളിലും മൂലകളിലും ചരിത്രവും പ്രണയവും സംസ്കാരവും സജീവമാകുന്ന വെളിച്ചങ്ങളുടെ നഗരമായ പാരീസ്. സ്വാഗതം പാരീസിലേക്ക്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഒരുവിധം ടാക്സി പിടിച്ചു. പാരീസിലേക്കുള്ള ഹൈവേയിലൂടെ ടാക്സി 100 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുകയാണ്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ മിക്കവാറും മരങ്ങൾ ഡാർക്കാണ്. ഇലയെല്ലാം കൊഴിഞ്ഞ് കൊമ്പുകളുടെ ഭാരം ഇറക്കി വെച്ച് മഞ്ഞുകാലം ആസ്വദിക്കുന്ന മരങ്ങളാണ് എല്ലായിടത്തും. അവയെല്ലാം പുറകിലാക്കി ഞങ്ങളുടെ കാർ കുതിച്ചു. ഒരുപാട് ചരിത്രം, സംസ്കാരം, വാസ്തുവിദ്യാ സൗന്ദര്യം എന്നിവയാൽ സമ്പന്നമായൊരു നഗരമാണ് പാരീസ്. പാരീസി ഗോത്രവർഗക്കാർ ആദ്യകാലങ്ങളിൽ അധിവസിച്ചതു മുതൽ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള നഗരങ്ങളിലൊന്നായി മാറുന്നതുവരെ പാരീസ് നൂറ്റാണ്ടുകളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏതൊരു കൊച്ചുകുട്ടിയെ പോലെ ഐഫൽ ടവർ കാണാൻ വളരെയധികം ആകാംക്ഷയോടെയായിരുന്നു ഞങ്ങൾ കാറിലിരുന്നത്. ചാൾസ് ഡിഗോൾ എയർപോർട്ടിൽ നിന്നും ടാക്സിയിൽ കയറിയതു മുതൽ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയിരുന്നത് അകലെ എങ്ങാനും ഐഫൽ ടവറിന്റെ ഒരു തുമ്പ് ആകാശത്ത് കാണാനുണ്ടോ എന്നുള്ളതായിരുന്നു. ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ആർക്ക് ഡി ട്രയോംഫ് ആണ്. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമേ ഐഫൽ ടവറിലേക്കുള്ളൂ. എയർപോർട്ടിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ടവറിലേക്ക്. ഏകദേശം അരമണിക്കൂർ എടുത്തു ഐഫലിനെ കണ്ടു തുടങ്ങാൻ. സിറ്റിയിലേക്ക് എടുക്കും തോറും ചരിത്രങ്ങൾ ഉറങ്ങുന്ന കെട്ടിടങ്ങൾ കണ്ടു തുടങ്ങി. സത്യം പറഞ്ഞാൽ അവിടെയുള്ള ഓരോ കെട്ടിടത്തിനും ഒരു ചരിത്രം പറയാനുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഐഫൽ ടവറിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇറങ്ങിയാൽ തന്നെ ഐഫൽ ടവർ കാണാം എന്നുള്ളത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. ഞങ്ങൾ എത്തിയത് ഡിസംബർ അവസാനമാണെങ്കിലും മൂടൽ മഞ്ഞാൽ പുതച്ചു നിൽക്കേണ്ട ഐഫൽ ഇന്ന് നല്ല സൂര്യതാപമേറ്റ് ഘനഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്നു. നല്ല നീല നിറമുള്ള ആകാശം ഇതിൽ ഈ ഭീമാകാരനെ നേരിട്ട് കാണുന്നതിന് ഒരൊന്നൊന്നര കാഴ്ച തന്നെയാണ്. ടവറിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം, ക്യൂ നിൽക്കണം. ആദ്യത്തെ യാത്രയായതിനാൽ ഞങ്ങൾ ഐഫലിന്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് പ്ലാൻ ചെയ്തിരുന്നത്.
രാവിലെ 8 മണിക്ക് മുന്നേ തന്നെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നത് കാണാം. എത്രയും നേരത്തെ വരുന്നുവോ അത്രയും നല്ലതാണ്. വൈകും തോറും സഞ്ചാരികളുടെ ഒഴുക്കു കൂടും, ക്യൂവിന്റെ നീളം കൂടും, സമയവും കൂടും. ഐഫൽ ടവർ അതിന്റെ വിസ്മയകരമായ ഭീമാകാരത്താലും അതുല്യമായ സൗന്ദര്യത്താലും ആരെയും ആകർഷിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ അത്ഭുതമാണ്. ഈ കൂറ്റൻ ഘടന പാരീസിന്റെ ആകാശരേഖയിൽ ഇന്നും ആധിപത്യം പുലർത്തുന്നു. അതിന്റെ മഹത്തായ വലുപ്പവും കെട്ടിട ശൈലിയുമാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നത്. ഐഫൽ ടവർ മാനവ സൃഷ്ടികളുടെ അതിപ്രസന്ന ഉദാഹരണമായി വർഷം തോറും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. ഐഫൽ ടവർ പലർക്കും പലതാണ്. ചിലർക്കത് എഞ്ചിനീയറിംഗിന്റെ പരമോന്നത സൃഷ്ടിയാണ്, ചിലർക്കത് വെറും ഒരു ലോകാത്ഭുതമാണ്, ചിലർ വെറുതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കും, ചിലർക്കത് ഒരു ഡ്രീം കം ട്രൂ ആണ്, ചിലർക്കത് വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, മറ്റു ചിലർക്ക് അതൊരു പ്രണയത്തിന്റെ ടവറാണ്. അതിന്റെ മുന്നിൽ പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ആൾക്കാർ പ്രണയിക്കുന്നത് കാണാം. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഐഫൽ ടവർ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. ചിലപ്പോൾ തോന്നും വിനോദസഞ്ചാരികളെക്കാൾ കൂടുതൽ വാണിജ്യ സഞ്ചാരികളാണെന്ന്. കയ്യിലൊരു ലോഹവളയം, അതിനുള്ളിൽ കോർത്ത പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ഐഫൽ ടവറിന്റെ കൊച്ചു മാതൃകകൾ, ഇതുമായി നടന്നു നീങ്ങുന്ന അനേകം പേരെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇവരിൽ കൂടുതൽ പേരും കറുത്ത വർഗ്ഗക്കാരാണ്. അവരിൽ പലരും പല ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. എന്നെ കണ്ടതും ഹിന്ദിയിൽ സുഖമല്ലേ എന്നും ഷാറുഖ് ഖാൻ എന്തു പറയുന്നു, വാങ്ങൂ വിലക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പലരും കൂടെ കൂടി. അതും ഒരു ഉപജീവന മാർഗം. പോലീസിനെ കണ്ടാൽ യുവന്മാർ നിമിഷ നേരം കൊണ്ട് കയ്യിലുള്ളതെല്ലാം തന്ത്രപൂർവ്വം മറച്ചു വെക്കും. പിന്നെ യുവന്മാരെ ആ ഭാഗത്ത് കാണില്ല. അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും പുതിയ കസ്റ്റമറിനെ തേടി വേറൊരു ഭാഷയുമായി യുവന്മാർ പ്രത്യക്ഷപ്പെടും. ഇനി ഐഫൽ ടവറിലേക്ക് വരാം. നിങ്ങൾക്കറിയാത്ത യാതൊരു കാര്യവും ഐഫൽ ടവറിനെ കുറിച്ച് എനിക്കും പറയാനില്ല. എന്നാലും ചില രസകരമായ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. 59 മീറ്ററുള്ള ആന്റിനയോടുകൂടി ഇന്നത്തെ ഐഫൽ ടവറിന്റെ ആകെ ഉയരം 1083 അടിയാണ്. തറവീതി എന്ന് പറയുന്നത് 410 അടിയാണ്. 73 ലക്ഷം കിലോ ഭാരമുള്ള ഉരുക്ക് ചട്ടക്കൂടാണ് ഐഫൽ ടവറിനുള്ളത്. ഇതിന്റെ മൊത്തം ഭാരം 1,01,00,000 കിലോയാണ്. 25 ലക്ഷത്തോളം റിവറ്റുകൾ കൊണ്ട് 11,038 ഉരുക്ക് കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു ഭീമാകാരമായ രൂപം. അക്കാലത്തെ സാങ്കേതിക വിദ്യയുടെ ഫലത്തിൽ ഐഫൽ ടവർ നിർമ്മിക്കാനെടുത്തത് 2 വർഷവും 2 മാസവും 5 ദിവസവും മാത്രം. 1944 അഡോൾഫ് ഹിറ്റ്ലർ അടിച്ചു നിരപ്പാക്കാൻ ഉത്തരവിട്ടതാണ് ഐഫൽ ടവറിനെ. സഖ്യസേന സമയത്തിന് ഇടപെട്ടതുകൊണ്ട് മാത്രം കുഴപ്പങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. ഏകദേശം 60 ടൺ പെയിന്റ് ഉപയോഗിച്ചാണ് ഓരോ 7 വർഷവും തുരുമ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഐഫൽ ടവർ വീണ്ടും വീണ്ടും പെയിന്റ് ചെയ്യുന്നത്. ഓന്തിനെ പോലെ നിറം മാറുന്നതാണ് ഐഫൽ ടവർ. വർഷങ്ങളായി ടവർ ചുവപ്പ് തവിട്ട്, മഞ്ഞ ഓച്ചർ, ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്നിവയുൾപ്പെടെ വിവിധ ഷെയ്ഡുകൾ ധരിച്ചിട്ടുണ്ട്. ഇന്ന് ഐഫൽ ടവർ ബ്രൗൺ എന്നറിയപ്പെടുന്ന വെങ്കലം ഇതിനുള്ളത്. ഐഫൽ ടവറിന് ചെറുതാകാനും കഴിയും. താപവികാസം കാരണം വേനൽക്കാലത്ത് ടവറിന് ഏകദേശം 6 ഇഞ്ച് ഉയരത്തിൽ വളരാൻ കഴിയും. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് അത് ചുരുങ്ങുകയും ചെയ്യും. എല്ലാ വൈകുന്നേരവും സൂര്യാസ്തമയത്തിനു ശേഷമുള്ള ഓരോ മണിക്കൂറിന്റെയും തുടക്കത്തിൽ 5 മിനിറ്റ് നേരത്തേക്ക് 20,000 ബൾബുകൾ ടവറിൽ മിന്നിത്തിളങ്ങി പ്രകാശം പരത്തുന്നു. ഐഫൽ ടവറിന്റെ മിന്നിത്തിളങ്ങുന്ന ബൾബുകൾ കൊണ്ടുള്ള ഈ ഇല്ലുമിനേഷൻ ഫ്രഞ്ച് നിയമപ്രകാരം പകർപ്പവകാശം നേടിയിട്ടുള്ളതാണ്. സന്ദർശകർ പേടിക്കേണ്ട, കാരണം
ഈ നിബന്ധന പ്രൊഫഷണൽ ഉപയോഗത്തിനായി എടുക്കുന്ന ചിത്രങ്ങൾക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ. ലോകമെമ്പാടുമുള്ള പ്രണയത്തെയും ഫ്രഞ്ച് സംസ്കാരത്തെയും പ്രതീകപ്പെടുത്തുന്ന നിരവധി പുസ്തകങ്ങളിലും സിനിമകളിലും കലാസൃഷ്ടികളിലും ഐഫൽ ടവർ ഇടം നേടിയിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകൾ മുതൽ സാഹിത്യം, സംഗീതം വരെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവനയെ ടവർ കീഴടക്കിയിട്ടുണ്ട്. ക്ലാസിക് സിനിമകളിലും കലാകാരന്മാർക്കും കവികൾക്കും പ്രചോദനം നൽകുന്ന ചിത്രങ്ങളിലും ഇടം നേടിയിട്ടുണ്ട്. പ്രണയത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ഐഫൽ ടവർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നിങ്ങൾ പാരീസിലെത്തുമ്പോൾ ഐഫൽ ടവറിനെ ആസ്വദിക്കുക മാത്രമല്ല, അതിൻ്റെ ചരിത്രം അനുഭവിക്കുക, അതിൻ്റെ മാന്ത്രികത സ്വീകരിക്കുക. ഈ നഗരം യഥാർത്ഥത്തിൽ കലാതീതമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം.